ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് 2024 ഏറ്റവും പുതിയ LC300 3.5 ലിറ്റർ V6 ട്വിൻ ടർബോ ആണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് 2024 ഏറ്റവും പുതിയ ലാൻഡ് ക്രൂസർ 300 V6 ട്വിൻ ടർബോ 3.5 ലിറ്റർ. ഇത് ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ള മോഡലാണ്. ഈ വാഹനത്തിന് വരുന്നത് LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് വിത്ത് ഓട്ടോ ലെവലിംഗ്. തൊട്ട് താഴെ വാഷർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ സെൻസർ വരുന്നുണ്ട്. താഴെ ബമ്പറിൽ ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്, അതിനൊരു ക്രോം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, അതിനെ കവർ ചെയ്തുകൊണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തൊരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ടോണിലാണ് ഇതിൻ്റെ ഗ്രില്ല് വരുന്നത്. ബ്ലാക്ക്, അതുപോലെ ക്രോമിൻ്റെ ഫിനിഷ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗത്ത് ബോഡി കളർ വന്നിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ. ഇത് സിൽവർ നിറത്തിലുള്ളൊരു വാഹനമാണ്. ഗ്രില്ലിൻ്റെ മധ്യത്തിൽ ടയോട്ടയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. 3D എഫക്റ്റ് ഉള്ള ലോഗോ ആണ്. ലോഗോയുടെ താഴെ ഫ്രണ്ട് ക്യാമറ വന്നിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് വന്നിട്ട് 265/55 R20 ആണ് വരുന്നത്. പിന്നെ വളരെ ഭംഗിയുള്ളൊരു അലോയ് വീലാണ് ഈ വാഹനത്തിൻ്റെ. അതൊരു ക്രോം ഫിനിഷിലാണ്. ക്രോം എന്ന് പക്കായിട്ട് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് ക്രോം, ആ ഒരു ടൈപ്പിലുള്ളൊരു അലോയ് വീലാണ് വിത്ത് ഡിസ്ക് ബ്രേക്ക്. വളരെ ഭംഗിയുള്ളൊരു വീൽ ആർച്ച് ഉണ്ട്. പിന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ബോഡി ലൈനുകളൊക്കെയാണ് വശക്കാഴ്ചയുള്ളൊരു നോക്കുമ്പോൾ കാണുന്നത്. ഇതിൻ്റെ മിററിൽ സിൽവർ ബ്ലാക്ക് ഡ്യുവൽ ടോണിലുള്ളൊരു മിററാണ്. അതുപോലെ ഇവിടെ മിററിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ക്രോമിൻ്റെ ഒരു ചെറിയൊരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പിൻ്റെ മുകളിലും അതുപോലെ ക്രോമിൻ്റെ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്ലാസിൻ്റെ വിൻഡോയുടെ ഡോറിൻ്റെ അത് മൊത്തം ഒരു ക്രോമിൻ്റെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്, മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ പുറകിലുള്ള കാഴ്ചയിൽ വളരെ ഭംഗിയുള്ളൊരു ടെയിൽ ലാമ്പാണ്, LED ടെയിൽ ലാമ്പാണ്. തൊട്ട് താഴെ VX എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താഴെ ബമ്പറിൽ റിവേഴ്സ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ക്രോമിയം ബാറ് പോയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ട്വിൻ ടർബോ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മധ്യത്തിൽ ലാൻഡ് ക്രൂസർ എന്നുള്ളൊരു ബാഡ്ജിങ്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ടൊയോട്ടയുടെ 3D ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈപ്പർ വന്നിട്ടുണ്ട്. ഒരു സ്പോയിലർ വന്നിട്ടുണ്ട്. 3.5 ലിറ്റർ V6 എഞ്ചിനുള്ള ഈ വാഹനം നൽകുന്ന മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 650 Nm ആണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ റൂം. എല്ലാ ഭാഗങ്ങളും വളരെ നന്നായി സീൽ ചെയ്ത് കവർ ചെയ്ത് വെച്ച് വളരെ നീറ്റായിട്ട് ഫിനിഷായിട്ട് വെച്ചിരിക്കുന്ന ഒരു എൻജിൻ റൂമാണ്. ഈ വാഹനം നൽകുന്ന മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 409 HP ആണ്. ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഇലക്ട്രോണിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡ്യുവൽ ടോണിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ബ്ലാക്ക്, ബീജ് എന്നീ രണ്ട് നിറത്തിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ലെതർ ഫിനിഷ് സീറ്റുകളാണ് വരുന്നത്. അതുപോലെ നമുക്കിതിന് സൺറൂഫ് വരുന്നുണ്ട്.
ഇങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. ഡ്യുവൽ ടോണിലാണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത്. ലെതർ റാപ്പിഡും അതുപോലൊരു വുഡൻ ടെക്സ്ചർ വരുന്നുണ്ട്. മിഡിൽ അതുപോലൊരു അലുമിനിയം ഷെയ്ഡൊക്കെ വരുന്ന ഒരു രീതിയിലാണ് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ടൊയോട്ടയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ വലതുഭാഗത്തായിട്ട് മുകളിലായിട്ട് ഡാഷ്ബോർഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. മധ്യത്തിലായിട്ട് വളരെ വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ AC വെൻറ്റുകൾ വന്നിട്ടുണ്ട്. തൊട്ട് താഴെ ഡ്രൈവിംഗ് മോഡുകൾ, അതിൻ്റെ കൺട്രോൾ സ്വിച്ചുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്. അതിന് താഴെ ഇത് ഒരു 10 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനമാണ്. ഗിയർ നോബ്, തൊട്ട് താഴെ ഇവിടെ മൊബൈൽ ചാർജിങ് സ്പോട്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. ഡാഷ്ബോർഡിലൊരു സ്റ്റോറേജ് സ്പേസ്. ഇവിടെ AC വെൻറ്റ്. പില്ലർ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അത് 2 സൈഡിലും ഉണ്ട്. ഓട്ടോ ഡിമ്മിങ് മിറർ, സൺറൂഫ്, അതിൻ്റെ കൺട്രോള് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വളരെ വലിയൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അടുത്ത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ആഷ്ട്രേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് കൂൾ ഗ്ലൗ ബോക്സ് ആണ്. അതിൻ്റെ ബട്ടണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ വലിയൊരു സ്റ്റോറേജ് സ്പേസാണ് അകത്തുള്ളത്. ഡോർ ഹാൻഡിലിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ വാട്ടർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ളതുണ്ട്. ഇവിടെ കുറച്ച് പേപ്പേഴ്സൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ടോണിലാണ് വരുന്നത്. ബ്ലാക്ക്, ബീജ്, അതുപോലൊരു വുഡൻ ടെക്സ്ചറോട് കൂടിയ ഒരു കളറിലാണ് വരുന്നത്. ഇവിടെ പവർ വിൻഡോയുടെയും മറ്റും സ്വിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ വളരെ വിശാലമായിട്ടുള്ളൊരു സീറ്റാണ്. നല്ല രീതിയിൽ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൊരു സീറ്റാണ്. രണ്ടാം നിരയിലുള്ള യാത്രക്കാർക്ക് വേണ്ടി ഇവിടെ 2 മോണിറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC, അതിൻ്റെ കൺട്രോളുകൾ, തൊട്ട് താഴെ പവർ പോയിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ടാം നിരയിലെ ഡോർ പാഡിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതും ഡ്യുവൽ ടോണിലാണ് വരുന്നത്. സ്പീക്കർ വന്നിട്ടുണ്ട്. പവർ വിൻഡോയുടെ കൺട്രോൾ വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ അലുമിനിയം ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. മരുഭൂമിയിലെ രാജാവ് എന്നറിയപ്പെടുന്ന ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 5115 mm ആണ്. അതുപോലെ വിഡ്ത്ത് വരുന്നത് 1980 mm ആണ്. അതുപോലെ ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത് 1945 mm ആണ്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന 3.5 ലിറ്റർ ട്വിൻ ടെർബോ V6 എഞ്ചിനുള്ള ഈ വാഹനം സൗദി അറേബ്യയിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3,75,000 റിയാലാണ്. ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ള മോഡലാണിത്. ഫുൾ ഓപ്ഷന് വരുന്ന പ്രൈസ് 4,08,000 റിയാലാണ്. LC 300ൻ്റെ സൗദി അറേബ്യയിൽ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് LC 300ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.